പേർ പിടി. ആലുവ കാഞ്ഞൂർ ഭാഗത്തെ മരോട്ടിക്കുടി വീട്ടിൽ ലിൻഡോ, മലപ്പുറം നിലമ്പൂർ കരിമ്പുഴ ഭാഗത്തെ വിശാലിൽ വീട്ടിൽ മുഹമ്മദ് നിവാസ്, മുനമ്പം പള്ളിപ്പുറം ചെറായി ഭാഗത്ത് കല്ലുംതറ വീട്ടിൽ വൈശാഖ്, നായരമ്പലം നെടുങ്ങാട് ഭാഗത്ത് കൊട്ടാരപ്പറമ്പിൽ വീട്ടിൽ അഭിനവ്. എന്തൊരു ഐക്യമാണല്ലോ അല്ലേ. ലിൻഡോ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മത ഒരു വിശ്വാസിയാണ്. പിന്നെ കരിമ്പുഴ ഭാഗത്ത് വിശാലിൽ വീട്ടിൽ മുഹമ്മദ് നിവാസ് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളാണ്. അതുപോലെ തന്നെ ചെറായി ഭാഗത്ത് കല്ലുന്തറ വീട്ടിൽ വൈശാഖ്, നായരമ്പലം നെടുങ്ങാട് ഭാഗത്ത് കൊട്ടാരപ്പറമ്പിൽ വീട്ടിൽ അഭിനവ്, അത് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ 3 മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് കടത്തിക്കൊണ്ടുപോയി ആ കുട്ടിയെ ദുരുപയോഗം ചെയ്തത്. പെൺകുട്ടിയെ ടൂർ പോകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കടത്തിക്കൊണ്ടുപോയി ചെറായി, ആലങ്ങാട് തുടങ്ങിയ പല സ്ഥലങ്ങളിൽ കാറിലും മറ്റും കറങ്ങി നടന്നാണ് കേസിനാസ്പദമായ പ്രതികളിൽ ഒരാളായ അഭിനവ് പെൺകുട്ടിയെ വാസസ്ഥലത്തിനടുത്തു നിന്നും കടത്തിക്കൊണ്ടുപോവുകയും ലിൻഡോ ലോഡ്ജ് മുറിയെടുത്ത് ലഹരി വസ്തുക്കൾ കൊടുത്ത് ലൈംഗികമായി ചൂഷണം ചെയ്തും ടാക്സി ഡ്രൈവറായ മുഹമ്മദ് നിവാസ് പെൺകുട്ടിയെ കാറിൽ കൊണ്ട് നടന്ന് ബിയർ നൽകി ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തു. വൈശാഖ് ഇയാളുടെ കാറിൽ ചെറായിലും ആലങ്ങാട് സ്റ്റേഷൻ പരിധിയിലുള്ള മറിയപ്പടി വല്യപ്പൻപടി ഭാഗത്തുള്ള വാടക വീട്ടിലും കൊണ്ടുപോവുകയും വിവിധ തരത്തിലുള്ള മാരകമായ ലഹരി വസ്തുക്കൾ പെൺകുട്ടിക്ക് നൽകി മാനസിക വിഭ്രാന്തിക്ക് ഇടയാക്കുകയും ചെയ്തു. ഞാറക്കൽ ഇൻസ്പെക്ടർ സുനിൽ തോമസ്, SI-മാരായ അഖിൽ വിജയ് കുമാർ, അനിൽകുമാർ, CA ഷാഹിർ, SI സ്വപ്ന, SP PO-മാരായ റജി, K തങ്കപ്പൻ, അങ്ങനെ തുടങ്ങിയ ആ ഒരു പോലീസ് സന്നാഹം തന്നെ ഇവരെ പിന്തുടർന്ന് പിടികൂടി എന്ന് പറയുന്നു. അപ്പോ ഇന്നത്തെ വാർത്ത ഞാൻ വായിക്കുന്നതൊക്കെ കംപ്ലീറ്റ് ബലാത്സംഗത്തിന്റെ ആ ഒരു രീതികളൊക്കെ തന്നെയാണ്. മുൻകാലങ്ങളിൽ നമ്മുടെ മലയാള സിനിമയിലൂടെയാണ് ബലാത്സംഗം. TG രവിയൊക്കെ ഉൾപ്പെടുന്ന സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ ആ സിനിമ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൽ ഒരു ബലാത്സംഗ സീനുണ്ട് അല്ലെ. അപ്പൊ ബലാത്സംഗ സീന് ഒരു വ്യക്തി പോയിട്ട് സിനിമ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് വന്നിട്ട് പറയും, എടാ നല്ല അടിപൊളി സീനുണ്ട് കേട്ടോ, നല്ല സിനിമയാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയും അല്ലേ. അപ്പോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, ആ സിനിമ കാണാൻ വേണ്ടി ഓടിയെത്തും. അപ്പൊ TG രവി ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രത്തിലൂടെയായിരിക്കും ആ സിനിമയിൽ ഒരു ബലാത്സംഗ സീൻ തയ്യാറാക്കുന്നതെങ്കിൽ ബാലൻ K നായർ വില്ലൻ റോളിലായിരിക്കും ഒരു ബലാത്സംഗത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സങ്കേതം തന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ മലയാള സിനിമയിൽ നിന്നുകൊണ്ടാണ് ബലാത്സംഗം എന്ന ആ ഒരു വാക്കിന്റെ ആ ഒരു സംഭവം നമ്മൾ വളരെയധികം കാണുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും. ഇന്ന് ഇത് കറിയിലിടുന്ന കറിവേപ്പില പോലെ തന്നെയായി, അതല്ലെങ്കിൽ പറയാം ഉപ്പ് പോലെ തന്നെയായി അല്ലേ. നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ ഇനി കഴിയുമോ എന്തോ ആവോ. എന്തായാലും വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇത്തരം ആളുകൾ ഈ നാടിന് എന്തൊക്കെ ദ്രോഹങ്ങളാണ് ചെയ്തു വെക്കുക എന്നുള്ളതൊന്നിനെ കുറിച്ചൊന്നും നമുക്ക് വ്യക്തമല്ല. ഇപ്പോ ഒരുപാട് കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെടുന്ന ആ ഒരു രീതികളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അത് വലിയ ആളുകളിലും സംഭവിക്കുന്നുണ്ട്. കാരണം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് നടന്നു പോകുന്ന വഴികളിലൊക്കെ വെച്ച് തട്ടിക്കൊണ്ടുപോവുക, എന്നിട്ട് വിലപേശി അവർക്ക് പണമുണ്ടാക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി വലിയ സമ്പന്നന്മാരായിട്ടുള്ള ആളുകളെയും തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിലും മറ്റു ചില സംഭവങ്ങൾ അത് കണ്ണു ചിമ്മിപ്പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പരാതിയുമായിട്ട് സ്റ്റേഷനിൽ കയറി ഇറങ്ങുമ്പോഴാണ് പോലീസുകാരും ആ ഒരു പ്രദേശത്ത് ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലഹരിയിൽ മുങ്ങിക്കെടുക്കുകയാണ് കേരളം. അപ്പോൾ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർക്ക്
ഉമ്മ പെങ്ങന്മാരെയൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ അവര് കേസിനാസ്പദമായി അവരെ പിടിച്ചു കൊണ്ടുപോയി ആ തെളിവെടുപ്പ് നടത്തുന്ന സമയമായിരിക്കും പോലീസുകാർ ഇവരോട് ചോദ്യം ചെയ്യുമ്പോൾ പോലീസുകാർ തന്നെ അവരെ മറ്റ് ഇവർ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഡോക്ടറിനെ സമീപിക്കും. അവിടെ വെച്ച് ചെക്കിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അറിയാം ഇവർ ഏത് രൂപത്തിൽപ്പെട്ട മയക്കുമരുന്നാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ കഞ്ചാവ്, കള്ള് കുടിച്ചാലൊന്നും അങ്ങനാണ്ട് പെട്ടെന്ന് ബോധം അറിയാൻ സാധ്യതയില്ല. കഞ്ചാവ് അതുപോലെ തന്നെ മറ്റു ബ്രൗൺ ഷുഗർ പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മാത്രം തന്നെയാണ് മനുഷ്യന്റെ ആ ഒരു മസ്തിഷ്കത്തിന് ക്ഷതമേൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ മറ്റൊരു രീതിയിലായിരിക്കും അവരുടെ ആ ഒരു ചിന്ത കടന്നുകൂടുക. അപ്പൊ അവരെന്തൊക്കെ ചെയ്യുകയാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇവർക്ക് തന്നെ യാതൊരുവിധ ബോധം ഉണ്ടാവില്ല. അവരെ കൺട്രോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ഈ ലഹരി വസ്തുക്കളായിരിക്കും. എന്തായാലും ഞാനൊക്കെ ആ ഒരു കാര്യത്തിൽ നിന്നും രക്ഷപ്പെട്ടു. കാരണം എനിക്ക് 45 വയസ്സുണ്ട്. അപ്പോൾ നമ്മളൊന്നും ഇന്നേ വരെ ആ ഒരു പാക്കോ ബീഡിയോ അതല്ലെങ്കിൽ കള്ള് പോലുള്ള സംഭവങ്ങളോ ഇതിൻ്റെ ഒന്നും ആ ഒരു ഭാഗത്തേക്ക് ചെല്ലാത്തത് കൊണ്ട് സത്യസന്ധമായിട്ട് തന്നെ നമുക്ക് ഈ കാര്യം എടുത്തു പറയാൻ കഴിയും. അപ്പം നമ്മുടെ നാട്ടിൻ പ്രദേശത്താണെങ്കിലും മറ്റ് ടൗൺ പ്രദേശങ്ങളിലാണെങ്കിലും നമുക്ക് കാണാൻ ഒരുപാട് ചാൻസുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഒരു കള്ള് കുടിക്കുന്നുണ്ടെങ്കിൽ ആ കള്ള് എത്രമാത്രം മനുഷ്യവാസമില്ലാത്ത ആ പ്രദേശങ്ങളിൽ കൊണ്ടുപോയി ആരും കാണാതെയാണ് അന്നത്തെ ആ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കള്ള് കുടിച്ചിരുന്നത്. അപ്പൊ കള്ള് കുടിച്ച് അവർ ലക്കില്ലാതെ അവിടെ തന്നെ കിടന്ന് ഉറങ്ങി പോകുന്ന ആ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഒരു ഫ്രണ്ട്സുകളൊക്കെ കൂടി ഒരുമിച്ചിരുന്നു കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. ഇന്ന് അതല്ല. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സിറിഞ്ച് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് മയക്കുമരുന്ന് അടിച്ചു കയറ്റാണ് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അവർക്ക് ഇത് കൂടുതലും അവർക്ക് ഒരു ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴാണത്രേ അവർക്ക് അവരുടേതായിട്ടുള്ള ആ ബ്രെയിൻ പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ഈ ബ്രെയിൻ പ്രവർത്തിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചിട്ട് അവർക്ക് പിന്നീട് അത് കിട്ടാണ്ടായി വരുന്ന സമയമാണ് അവരുടെ ഈ ബ്രെയിൻ ഡെത്തായി പോകുന്നത്. അപ്പോൾ ഒരിക്കൽ ഞാൻ 2002 മട്ടാഞ്ചേരിയിൽ മറ്റേ പുതിയ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു ഫാസ്റ്റ് ഫുഡിന്റെ കടയിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന സമയം നേരം വെളുപ്പായി. അപ്പൊ രാത്രിയിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അന്ന് രാത്രി ഞാൻ എൻ്റെ സുഹൃത്തിന്റെ വീട്ടിലവിടെ തങ്ങി. കാലത്ത് നാസ്ത കഴിക്കാൻ വേണ്ടി ആ ഒരു ഫാസ്റ്റ് ഫുഡിന്റെ കടയിൽ കയറിയപ്പോൾ ഒരു വ്യക്തി, ആ ഒരു ചെറുപ്പക്കാരനാണ്, ആ ചെറുപ്പക്കാരനക്ക് നിവർന്ന് നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ്. മഞ്ഞുമലയിലൊക്കെ പോയാൽ ഏത് രൂപത്തിൽ നിന്ന് വിറക്കും അതേ രൂപത്തിലാണ് ആ വ്യക്തി വിറച്ച് അവിടെ ആ ഒരു കസേരയിൽ ഇരുന്നത് തന്നെ. അപ്പോ ഞാൻ അവിടെയുള്ള ആ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു, ഇതെന്താ സംഭവം, ഇയാളെ പെട്ടെന്ന് ഡോക്ടറെ എങ്കിലും എന്ന് എത്തിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ കടയിലുണ്ടായിരുന്ന ഒരു ബഷീർ എന്ന് പറഞ്ഞ ആ വ്യക്തി പറയാണ്, അത് വേറെയാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടെ നിന്ന് നാസ്തയൊക്കെ കഴിച്ച് എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഇറങ്ങി വെളിയിലോട്ട് വന്നതിന് ശേഷം ഞാൻ ചോദിച്ചു, അതെന്താ അയാൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയാണ്, അത് ബ്രൗൺ ഷുഗർ അടിക്കുന്ന ടീമാണ്. അപ്പോൾ അവർക്കത് ആ കിട്ടാണ്ടായി വന്നപ്പോഴാണ് ആ വിറയൽ വന്നത് എന്ന് പറയുന്നത്. അപ്പോൾ മട്ടാഞ്ചേരിയിൽ ചില ഭാഗങ്ങളിലൊക്കെ ഈ സിറിഞ്ചുകൾ ഉപയോഗിച്ച് സ്ത്രീകളടങ്ങുന്ന ആ ഒരു സംഘം തന്നെ ഇവർക്ക് ഇത് കുത്തിവെച്ചു കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടത്രേ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടി തോന്നി. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. അപ്പൊ മലയാള സിനിമയിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ട ആളുകളെയും അതുപോലെ ഈ ഇങ്ങനെയുള്ള ആ ഒരു തോന്നിവാസ രൂപത്തിലൊക്കെ നടക്കുന്ന ആളുകൾ അവർക്ക് ഈ മയക്കുമരുന്ന് കിട്ടാണ്ടായി വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അവർക്ക് മയക്കുമരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ഏത് സ്വഭാവക്കാരായി മാറുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അത് മനസ്സിലാക്കി തന്നത് മലയാള സിനിമകളിലൂടെയൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം പിന്നീടാണ് മറ്റ് ഭാഷകളൊക്കെ പഠിച്ചപ്പോഴാണ് അത്തരം സിനിമകളിലും ഈ വിഷയങ്ങളൊക്കെ ഉണ്ട്, ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് നടക്കുന്ന സംഭവമാണെന്നുള്ളത് വ്യക്തമാക്കി തന്നത് സിനിമകളിലൂടെ തന്നെയാണ്.
ഇന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളിൽ നിന്ന് ഒക്കെ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്.